അവൾ മൂകാംബിക അമ്മയുടെ ഒരു ചെറിയ ഫോട്ടോ എടുത്ത് മകൻ്റെ നെഞ്ചിൽ വെച്ച് കൊടുത്തിട്ട് മകനോട് പറഞ്ഞു, മോനെ നീ പ്രാർത്ഥിക്കുക, അമ്മ നിന്നെ ഒരിക്കലും കൈവിടുകയില്ല, നിന്റെ പ്രാർത്ഥന അമ്മ കൈക്കൊള്ളുന്നു. സമയം അർദ്ധരാത്രിയായി. വാതിൽ തട്ടിയൊരു ശബ്ദം കേട്ടിട്ട് കുട്ടിയുടെ അമ്മ എഴുന്നേറ്റു. ആരെങ്കിലും ആവട്ടെ, എൻ്റെ കുട്ടിയെ രക്ഷിക്കാൻ അവരോട് പറയാം എന്ന് പറഞ്ഞിട്ട് കതവ് തുറക്കാൻ ശ്രമിച്ചു. വെളുത്ത സാരി ധരിച്ച ഒരു നെറ്റിയിൽ കുങ്കുമം അണിഞ്ഞ ഒരു ദേവീഭാവമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സ്ത്രീ വന്ന് വാതിൽക്കൽ നിന്നിട്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാനിവിടെ ഉണ്ടല്ലോ, കുഞ്ഞിനെ ഉടൻ തന്നെ നമുക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാം. അവർ തന്നെ ഓട്ടോ വിളിച്ചിട്ട് കുഞ്ഞിനെ എടുത്ത് വണ്ടിയിലേക്ക് കയറ്റി ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. ഹോസ്പിറ്റലിലെത്തി കുട്ടിയെ അത്യാഹിത വിഭാഗത്തിൽ കയറ്റി പരിശോധന തുടർന്നു. കുറച്ചു സമയം കഴിഞ്ഞിട്ട് ഡോക്ടർ പുറത്തു വന്നിട്ട് പറഞ്ഞു, കുറച്ചുകൂടി താമസിച്ചിരുന്നെങ്കിൽ കുട്ടിയുടെ ജീവൻ തന്നെ രക്ഷിക്കാൻ കഴിയാതെ വന്നേനെ. അപ്പോൾ കുട്ടിയുടെ അമ്മയായിട്ടുള്ള സുധ തിരിഞ്ഞ് ആ സ്ത്രീയെ നോക്കാൻ ശ്രമിച്ചു. പക്ഷേ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഉടൻ തന്നെ ഓട്ടോറിക്ഷയിലുള്ള ആ ഒരു വ്യക്തിയെ കാണുകയും അദ്ദേഹത്തിനോട് ചോദിക്കുകയും ചെയ്തു. എൻ്റെ കൂടെ വന്ന ഒരു സ്ത്രീയെ കണ്ടിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ആ ഒരു ഓട്ടോക്കാരൻ പറഞ്ഞു, ചേച്ചി നിങ്ങൾ ഒറ്റയ്ക്കല്ലേ വന്നത് കുട്ടിയെ കൊണ്ട്? അപ്പോൾ മനസ്സിലായി, ആശ്രയിക്കുന്നവരുടെ അഭയദായികയായിട്ടുള്ള കൊല്ലൂർ മൂകാംബിക ദേവി തന്നെയാണ് വന്ന് രക്ഷിച്ചതെന്ന്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി അടുത്ത ദിവസം തന്നെ സുധ കൊല്ലൂരിലെത്തി ദേവിയുടെ വിഗ്രഹത്തിൽ നോക്കി ഒരുപാട് കണ്ണീർ തൂകി പ്രാർത്ഥിച്ചു. എൻ്റെ ദേവി, എൻ്റെ ഒരു മോശ സമയത്ത് നീ എൻ്റെ കൂടെ നിന്നല്ലോ, ആയതിനാൽ തന്നെ എനിക്ക് ഇതിൽ പരം എന്താണ് വേണ്ടത്? കണ്ണു നിറഞ്ഞ് അവൾ പറഞ്ഞു, അമ്മയെ നീ തന്നെയാണ് എൻ്റെ വീട്ടിലേക്ക് വന്നതല്ലേ മൂകാംബിക അമ്മ. എല്ലാവർക്കും എന്നും സർവ ഐശ്വര്യങ്ങളും വരദാനങ്ങളും നൽകുന്ന ഒരു ശക്തി സ്വരൂപമാണ്. മൂകാംബിക അമ്മയെ വിളിക്കുന്നവരുടെ വീട്ടിലേക്ക് പോലും അമ്മ എത്തിച്ചേരുന്നു. അതാണ് സാക്ഷാൽ കൊല്ലൂർ ശ്രീ മൂകാംബിക ദേവി എന്ന് പറയുന്നത്.